ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതുവരെ അതിനൊരു വീഴ്ച ഉണ്ടായിട്ടില്ല സ്വാമി. ഈ ബർത്ത്ഡേ എന്റെ വീട്ടിൽ വെച്ച് തന്നെ നടത്തും സ്വാമി. സ്വാമി നോക്കിക്കോ. ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ അടിച്ചിറക്കാനുള്ള അധികാരം എനിക്കുണ്ട്. എനിക്കിവിടെ ഈ വീടിനകത്ത് തന്നെ താമസിക്കണം. ഇനി ഒരിക്കൽ ഞാൻ അതിനു വേണ്ടി വരുന്നത് ഈ വീടിനകത്തുള്ളവരുടെ ക്ഷണം അനുസരിച്ചായിരിക്കും. ഇനിയെങ്കിലും ഒന്ന് പിരിഞ്ഞു പൊയ്ക്കൂടെ? എന്താ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ? ശരവണ്ണനെ എന്നെയൊക്കെ മാറി മാറി ചോദ്യം ചെയ്തിട്ട് താൻ എന്താ തോന്നുന്നു ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് താൻ തന്നെ ഒന്ന് കഴിക്കാൻ സമ്മതിക്കൂ? അതോ സോറി, രഘുവേട്ടൻ കഴിക്കും. താങ്ക് യു സാർ. ഓ, അപ്പൊ നാളെയാണല്ലേ? സർ. ആ സ്വാമി, നമ്മുടെ ബോംബെ കമ്പനിക്കുള്ള മെയിൽ അയച്ചായിരുന്നു. അയച്ചിരുന്നല്ലോ. മറ്റേ US കമ്പനിയിലേക്കുള്ള മെയിലോ? അതും അയച്ചിട്ടുണ്ട്. അല്ല, താനെന്താ ഈ പാസ്പോർട്ടൊക്കെ ആയിട്ട് താൻ പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ടോ? സാർ, ഇത് എന്റെ പാസ്പോർട്ട് അല്ലേ സാർ. ഞാൻ കുറച്ച് പേപ്പേഴ്സ് നോക്കിയപ്പോഴാ സാറിന്റെ പാസ്പോർട്ട് എനിക്ക് കിട്ടിയത്. എന്റെ പാസ്പോർട്ടാണോ? സാറിന്റെ ബർത്ത്ഡേ നാളെയാണോ? ആണോ? സാറിന്റെ ബർത്ത്ഡേ സാറിന് അറിയത്തില്ലേ? എന്റെ ബർത്ത്ഡേ എന്റെ അമ്മയ്ക്കായിരുന്നു നിശ്ചയം.
കുഞ്ഞുനാൾ മുതൽ എല്ലാ ബർത്ത്ഡേക്കും എൻ്റെ അമ്മ എന്നെ കുളിപ്പിച്ചൊരുക്കും. കൈ നിറയെ സമ്മാനങ്ങൾ വാരി കൂട്ടിയിട്ടുണ്ടായിരിക്കും. അമ്മ എന്നെയും കൂട്ടി അമ്പലത്തിലേക്ക് പോകും. പ്രത്യേക വഴിപാടുകൾ നടത്തും. പിന്നെ മനോഹരമായിട്ടുള്ളൊരു പിറന്നാൾ സദ്യ. ആഫ്റ്റർ ദാറ്റ് അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് എന്തൊക്കെയാണോ ഇഷ്ടം, ഏതൊക്കെ സ്ഥലങ്ങളാണോ ഇഷ്ടം, അവിടേക്കൊക്കെ ഒരു യാത്ര. അതൊക്കെ ജയാറിന് വല്ലാതെ മിസ് ചെയ്യുന്നതല്ലേ? എനിക്കെന്നല്ലടോ, ആർക്കും അതൊക്കെ ഒരു മിസ്സിംഗ് തന്നെയായിരിക്കും. സർ, സാധാരണ വലിയ ബിസിനസ്സുകാരൊക്കെ അവരുടെ ബർത്ത്ഡേ ഒക്കെ ബിസിനസിന്റെ ഒരു ഈവന്റ് ആയിട്ടാ സംഘടിപ്പിക്കും. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളും വെച്ച് അവർ ചില പുതിയ കരാറുകളും ഉണ്ടാക്കും, പുതിയ ബിസിനസ് ബന്ധങ്ങളും ഉണ്ടാക്കും. സർ, നമുക്കും അങ്ങനെ ഒന്ന് സംഘടിപ്പിച്ചാലോ സർ? No. ഇത്തവണ എൻ്റെ ബർത്ത്ഡേ എൻ്റെ വീട്ടിലായിരിക്കും സ്വാമി. സർ? യെസ് സ്വാമി, ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേ എൻ്റെ അച്ഛനമ്മമാരുടെ കൂടെ ഞാൻ ആഘോഷിക്കും. അതാണ് എൻ്റെ തീരുമാനം. സർ, അത് പ്രാക്ടിക്കലാണോ? സ്വാമി, ജീവിതം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചപ്പോൾ ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ഇരുട്ടിലാണ്. ഈ ഇരുട്ടിനൊരു പ്രത്യേകതയുണ്ട്. കറുത്ത കരിമ്പടം കൊണ്ട് അത് നമ്മളെ മൂടിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ജ്വലിച്ച് കത്തും. നമ്മുടെ മനസ്സിൽ ചില തീരുമാനങ്ങളുണ്ടാവും. നമ്മളോടത് മുന്നോട്ട് നടക്കാൻ പറയും. അങ്ങനെ മുന്നോട്ട് നടന്ന് ഒരു സമയത്തും പ്രാക്ടിക്കലാണോ എന്നുള്ളൊരു ചോദ്യം എന്നിൽ വന്നിട്ടില്ല. ബിക്കോസ് ജയർ ആഗ്രഹിക്കും, സാഹചര്യങ്ങളത് നടത്തിത്തരും. ഇതുവരെ അതിനൊരു വീഴ്ച ഉണ്ടായിട്ടില്ല സ്വാമി. ഈ ബർത്ത്ഡേ എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ നടത്തും സ്വാമി. സ്വാമി നോക്കിക്കോ. മധുര നൊമ്പരക്കാ